നാളുകൾക്ക് ശേഷം ഈ സഭയിൽ കർത്താവിനെ ആരാധിപ്പാൻ ഇടയായിത്തീർന്നതിൽ വളരെ സന്തോഷമുണ്ട്. 19-ാം സങ്കീർത്തനം 19-ാം സങ്കീർത്തനം 12 മുതൽ 14 വരെയുള്ള വാക്യം, 3 വാക്യങ്ങൾ പ്രാരംഭമായിട്ട് Who can discern his errors? തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരാണ്? ഇത് വായിക്കുമ്പോൾ തോന്നും ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് തോന്നും. ഒരിക്കലുമല്ല. ദൈവം അന്വേഷിക്കുന്ന ഒരാളെക്കുറിച്ചുള്ള അന്വേഷണമാണ്. തെറ്റുകളെ ഗ്രഹിക്കാൻ കഴിയുന്ന ഒരാളെ കൊണ്ട് അവൻ അത് തിരുത്തുമെങ്കിൽ, ശുദ്ധീകരണം പ്രാപിക്കുമെങ്കിൽ കഥ അവിടെ തീരുന്നില്ല. വൻകാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ പകുതിയിൽ സൃഷ്ടിപ്പിലുള്ള ദൈവത്തിൻ്റെ മഹത്വവും അവസാന പകുതിയിൽ ദൈവവചനത്തിൻ്റെ ശ്രേഷ്ഠതയുമാണ് വിവരിച്ചിരിക്കുന്നത്. 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. താഴോട്ട് നമ്മൾ വരുമ്പോൾ അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ചിലത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, സമയലാഭത്തിന് വേണ്ടിയാണ്. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ദൈവവചനം, കണ്ണുകൾക്ക് പ്രകാശം നൽകുന്ന ദൈവവചനം. അത് പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. പിന്നെ ദാവീദ് ഉപയോഗിക്കുന്ന വാക്കാണ്, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കും. സാധാരണ ദാവീദിന്റെ അടുത്ത് വന്നിട്ടാണ് ആളുകൾ പറയുക അടിയാൻ. രാജാവിൻ്റെ അടുത്ത് വന്നിട്ടാണല്ലോ പണ്ട് കാലത്ത് അടിയാൻ എന്ന് പറയുക. മറ്റുള്ളവർ പറയുന്ന വാക്കാണ്. എന്നാൽ സിംഹാസനത്തിലിരിക്കുന്ന ആ മനുഷ്യൻ പറയുകയാണ് അടിയൻ. ഇതിനെയാണ് താഴ്മ എന്ന് പറയുന്നത്. ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഒരു വിനീത വിധേയനായിട്ട്, ഒരു അടിയൻ എന്നുള്ള മനോഭാവത്തോടെ നിൽക്കുന്ന ദാവീദിനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. തുടർന്ന് അദ്ദേഹം പറയുകയാണ് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാണ്. ഒരു പക്ഷേ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാകാം. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നാഥാം പ്രവാചകൻ വന്ന് കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒരു കഥ കേട്ടിരിക്കുന്ന ലാഘവത്തോടു കൂടെയാണ് നാഥാം പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളെ ദാവീദ് കേട്ടുകൊണ്ടിരുന്നത്. മറഞ്ഞിരിക്കുകയായിരുന്നു. ആ കാര്യം ഓർമ്മ വെച്ചിട്ടാണോ എന്നറിയില്ല. അത് നീ തന്നെ എന്ന് പിന്നീട് നാഥാൻ പറഞ്ഞപ്പോഴാണ് ദാവീദിന് മനസ്സിലായത്, അത് ശരി, അങ്ങനെയാണ്. നമുക്ക് പലർക്കും നമ്മുടെ തെറ്റുകൾ മാത്രം മനസ്സിലാവില്ല. നമ്മൾ കഥ കേട്ടിരിക്കുന്ന പോലെ കേട്ടിരിക്കും. നമ്മുടെ തെറ്റുകളെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുമെങ്കിൽ അത് എളുപ്പമുള്ള കാര്യമല്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെയല്ല സ്വന്തം കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാളെ ദൈവം അന്വേഷിക്കുന്നു. സ്വന്തം ജീവിതത്തിൻ്റെ നേർക്കൊരു കണ്ണാടി തിരിച്ചു പിടിച്ച്
ഒരു കവി എഴുതിയിട്ടുണ്ട്, കണ്ണാടി കാൺമോളം താൻ എത്ര സുന്ദരനെന്ന് വിരൂപിക്കുന്ന വിരൂപന്മാർ. കണ്ണാടി കാണുമ്പോഴാണ് അവർക്ക് അവരുടെ വൈരൂപ്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ. ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുന്നിൽ സ്വന്തം ജീവിതത്തെ വെച്ചു നോക്കുന്നവർ അത്ര അനുഗ്രഹീതരായിരിക്കും. മാത്രമല്ല, സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. എൻ്റെ മേൽ വാഴരുത്. ഈ പാപത്തിൻ്റെ ഒരു പ്രകൃതമാണ്. കയ്യിനോട് പറഞ്ഞില്ലേ, അത് വാതിൽക്കൽ കിടക്കുന്നുണ്ട്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. അത് അന്നും അതെ, ഇന്നും അതെ, സങ്കീർത്തനം എഴുതുമ്പോഴതെ, ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഈ സമയത്തും അതെ. പാപത്തിൻ്റെ ആഗ്രഹം നമ്മളുടെ മേൽ എന്ത് ചെയ്യണം? വാഴണം. പിന്നെ പറയുന്നത്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായുള്ളവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. തെറ്റുതിരുത്തുന്നത് വായിന്ന് തുടങ്ങണം എന്നാണ്. വായ വർത്തമാനം ഉണ്ടല്ലോ, നാക്ക്, അവിടെ നിന്ന് തുടങ്ങണം തെറ്റുതിരുത്തുന്നത്. വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനം, അവിടെ തുടങ്ങിയിട്ട് വേണം മുമ്പോട്ട് പോകും. കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നല്ല. ഇന്നിപ്പോൾ സൺഡേ മെസ്സേജ് ആയതുകൊണ്ട് ആ ഭാഗങ്ങളിൽ കൂടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മളവിടെ പഠിക്കുന്നുണ്ട്, വാവിഷ്ണക്കാരൻ ആരാണ്? കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്ന ആരാണ് ഈ കക്ഷി? ഈ വായ് ശരിക്കും ഉപയോഗിക്കാത്ത ആളാണ്. സ്വർഗരാജ്യത്തിൽ പോവില്ല എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്? ഈ തെറ്റുകള്, പാപം എന്ന് പറഞ്ഞാൽ എന്താ? ഹമാർഷ്യ എന്ന വാക്കാണ്. ഹമാർഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീക്ക് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ഗ്രീക്ക് ഈ വാക്ക് ഇന്നതാന്ന് ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയപ്പോൾ കണ്ടു എന്നുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? ലക്ഷ്യം തെറ്റുക. കറക്റ്റ്, ലക്ഷ്യം തെറ്റുക. ലക്ഷ്യം തെറ്റുകയാണ് പാപം എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പാപങ്ങളും ആരോടാന്നറിയാമോ? 51 സങ്കീർത്തനം 4 വാക്യം നോക്കി. 51 സങ്കീർത്തനം 4 വാക്യം, 51:4. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. ദാവീദ് 51 സങ്കീർത്തനം എപ്പോൾ എഴുതിയെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ബത്ശേബയുമായിട്ടുള്ള വിഷയമാണ്. ആരോടാണ് പാപം ചെയ്തത്? കൊന്നത് ഊരിയാവിനെയാണ്. വ്യഭിചാരം ചെയ്തത് ബത്ശേബയോടാണ്. പക്ഷെ ദാവീദ് ശരിക്ക് അനുതപിച്ചപ്പോ ദാവീദ് പറയുന്നത്, ഞാൻ നിന്നോട് പാപം ചെയ്തു എന്നാണ്. പാപം ദൈവോന്മുഖമാണ്, ദൈവത്തിന് നേരെയാണ്, ദൈവത്തോടാണ്. ഒന്നാമത് മുടിയൻ പുത്രൻ എന്ന് നാം വിളിക്കുന്ന മനുഷ്യൻ തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ? അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. പാപം സ്വർഗത്തിന് നേരെയാണ്, പാപം ദൈവത്തോടാണ്. ലക്ഷ്യം തെറ്റുന്നത് എന്തിൽ നിന്നാണ്? ആത്മീക ജീവിതത്തിൽ നിന്ന്, ദൈവോന്മുഖമായ ഒരു ജീവിതത്തിൽ നിന്നാണ് വിശ്വാസികൾ ലക്ഷ്യം തെറ്റിപ്പോകുന്നത്. 1 കൊരിന്ത്യർ 9 അധ്യായം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പൗലോസ് പറയുന്നുണ്ട്, നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഞാൻ ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്യമുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ലക്ഷ്യമുള്ള ഒരു ജീവിതം, അണുവിട വ്യതിചലിക്കാത്ത ഒരു ജീവിതം. നമുക്ക് 1-2 കാര്യങ്ങൾ നോക്കാം. സംഖ്യാപുസ്തകം 11 അധ്യായം 5-ഉം 6 വാക്യങ്ങൾ നോക്കി. സംഖ്യാപുസ്തകം 11 അധ്യായം 5-6 വാക്യം.
ആ പറയണേലുണ്ടല്ലോ, ഈ മന്ന അല്ലാതെ ഈ മന്ന ഇതൊരു നിസ്സാരാണല്ലേ. ഈ ചെറിയ വാചകങ്ങൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്നതുണ്ടല്ലോ, നമ്മളെ മൊത്തം വിലയിരുത്താൻ സഹായിക്കും മറ്റുള്ളവർ. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ആദം നീ എവിടെയാകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി എഴുതിയ ഒരു പുസ്തകത്തെ കുറിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ, പുസ്തകത്തെ കുറിച്ചല്ല, ആ വിഷയത്തെ കുറിച്ച് 600 പേര് അത് ഷെയർ ചെയ്തു. 2,60,000 പേര് കണ്ടു, കേട്ടു. വിശ്വാസികളല്ലാത്ത പലരും അതിൽ വന്നു, ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ സുരേഷ് എന്ന് പറഞ്ഞ ഒരാള് അതിലൊരു കമന്റ് ഇട്ടേക്ക, ഇയാൾക്ക് എന്തോ തടഞ്ഞിട്ടുണ്ടെന്ന്, എന്നിട്ട് ഒരു ചിരിക്കുന്ന എമ്പളമൊക്കെ ഉണ്ട്. ഇത്രേ ഉള്ളൂ, ഇയാൾക്ക് എന്തോ തടഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പുസ്തകം ഇത്ര അധികം പേര് കാണുകയല്ല, അപ്പൊ എനിക്ക് എന്തോ കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോ 300 ചില്ലാൻ ആള് കമന്റ് ഇട്ടതിൽ ഒരു 3-4 ആള് മോശമായിട്ടിട്ടുണ്ട്. അപ്പൊ ഇയാള് സുരേഷ് എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഹിന്ദു ആയിരിക്കുന്നു. ഞാൻ വെറുതെ ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ഗോഡ് ഈസ് ലവ് പാസ്റ്റർ എന്നാണ്. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞാൽ ഒരു കമന്റ് അതിൻ്റെ അടിയിൽ എഴുതണം എന്ന് വിചാരിച്ചു ഞാൻ, ഇതൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എഴുതിയില്ല. അപ്പൊ അദ്ദേഹം എന്ത് പെട്ടെന്നാണ് എന്നെ വിധിച്ചത് അല്ലേ, ഇയാൾക്ക് എന്തോ തടഞ്ഞിട്ടുണ്ട്. പിന്നെ ചിരിക്കുന്ന ഒരു, തടഞ്ഞത് 250 രൂപ എൻ്റെ പോയി എന്നുള്ളതാണ്. പുസ്തകം മേടിച്ചത് 30 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ മണിക്കൂറുകൾ അധ്വാനിച്ചു. ഇതാണ് ഉണ്ടായത്. അദ്ദേഹം പറയുന്നത് എന്താ, ഇയാൾക്ക് എന്തോ ചെറിയ പ്രസ്താവന. നമ്മുടെ അയാൾ പാസ്റ്റർ, ഒരു ഹിന്ദു ആണെങ്കിൽ സുരേഷ് നമുക്ക് മനസ്സിലാക്കാം. ഇത് പാസ്റ്ററാണ്, ആള് വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എന്തെന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തോ. അപ്പോ ഈ മന്ന അല്ലാതെ ഒന്നുമില്ല. മന്നയെ അങ്ങോട്ട്, ഇതിനർത്ഥമുണ്ട്. മന്നയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു വരിക, തേനിന്റെ രുചിയൊന്നും ഇപ്പൊ തോന്നുന്നില്ല. മാത്രമല്ല അവിടെ അവര് പറഞ്ഞെന്താ, ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, മന്നായ്ക്ക് പകരം മത്തങ്ങ തിരഞ്ഞെടുക്കുകയാണ്. എവിടെ പോകണമെന്ന്, മന്ന എവിടെ കിടക്കണം, മത്തങ്ങ എവിടെ കിടക്കണം. പണ്ടത്തെ രുചിയാ നാവിൽ വരണേ, പണ്ടത്തെ രുചിയുണ്ടല്ലോ. ഏതാ, ഈ ജഡത്തെ ക്രൂശിന്മേൽ, നമ്മുടെ ജഡത്തെ കർത്താവിന്റെ ക്രൂശിന്മേൽ ക്രൂശിച്ച് അവിടെ കിടക്കേണ്ടതാണ്. അത് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. പണ്ടത്തെ പാപത്തിന്റെ രുചിമുകുളങ്ങൾ നാവിൽ വരികയാണ്. അതിന്റെ ആസ്വാദനം, അതിന്റെ സുഖം, അതിന്റെ ഓർമ്മകൾ. ഇബ്രായലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകാൻ ഇടയുണ്ടായിരുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തില്ല, അവരതിനെ മറന്നു. പഴയ പിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ. എന്നാൽ ഇന്ന് പലപ്പോഴും ആ പഴയ രുചി, പഴയ മനുഷ്യന്റെ പ്രേരണകൾ നമ്മുടെ ഉള്ളിലെത്തുന്നു. മന്നായ്ക്ക് പകരം മത്തങ്ങ നാം തെരഞ്ഞെടുക്കുന്നു. കേവലം വചനത്തിന്റെ കാര്യം മാത്രമല്ല,
ലക്ഷ്യം തെറ്റിപ്പോകുന്നു. പാട്ടുകാരൻ പാടിയിട്ടുണ്ട്, മണ്ണേ പ്രതി മാണിക്യം. ആ പാട്ട് നമുക്കറിയാം. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങുന്ന ജഡീക സുഖങ്ങൾക്ക് ഈ മത്തങ്ങയ്ക്ക് വേണ്ടി മന്നയെ വിലയായി കൊടുക്കുന്നു. ഇതൊരു കഷ്ടമാണ്, ലക്ഷ്യം തെറ്റിയ ജീവിതം. അതാണ് പൗലോസ് പറഞ്ഞത് 1 കൊരിന്ത്യർ 9, നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഞാൻ ഓടുന്നത്, ഈ ആകാശത്തോട് ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുകയല്ല. 1 കൊരിന്ത്യർ 3 നമ്മൾ വായിക്കുന്നുണ്ട് ഒരു ദിവസത്തെ കുറിച്ച്. ആ ദിവസം അത് വെളിപ്പെടുത്തും. ആ ഒരു ദിവസത്തെ നോക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് മത്തങ്ങ വേണ്ട, കറി വെക്കാനൊക്കെ കൊള്ളാം, പയറൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ്, അത്രയും മതി. ആ മത്തങ്ങ അല്ല ഉദ്ദേശിക്കുന്നത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സമയം കളച്ചിലുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഈ 1 തിമോഥെയോസ് അല്ല, ഈ കൊരിന്ത്യലേഖനത്തിൽ നമ്മൾ ഈർഷ്യ, പക, പിണക്കം, തർക്കം എന്നൊക്കെ വായിക്കുന്നുണ്ടല്ലോ. ഇത് എന്ത് സംഭവം എന്നറിയോ? കൊരിന്ത്യലേഖനത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. 1 തിമോഥെയോസ് 6 എടുത്ത്, 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നോക്കി. 4-ാം വാക്യം, ഭ്രാന്ത് പിടിച്ച് തീർത്തിരിക്കുന്നു, അവയാൽ അസൂയ, ശണ്ട, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ ഗർഭവാദം എന്നിവ ഉളവാകുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും എന്താ ഒന്നും തിരിച്ചറിയാതെ, തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും എന്ത് പിടിച്ചു? ഭ്രാന്ത്. നമ്മൾ വിചാരിച്ചേക്കണ ഈ ഭ്രാന്തന്മാരെന്ന്. അവരല്ല ഭ്രാന്തന്മാര്, ഈ തർക്കവും വാദം നടത്തുന്ന നമ്മളെ ഭ്രാന്തന്മാര്. ഇതൊക്കെ മനസ്സിലായിട്ട് ഈ തർക്കത്തിൽ നിന്ന് വിട്ടുപോണ്ടേ, ലക്ഷ്യത്തിലേക്ക് പോണ്ടേ, ഭേദാഭേദങ്ങളെ തിരിച്ചറിയണ്ടേ, മന്നയെ പിടിക്കണ്ടേ, മത്തങ്ങയെ വിടണ്ടേ, ലക്ഷ്യമുണ്ടാവണ്ടേ. ഒന്ന് ചിന്തിക്കണ്ടേ, വരുന്ന നാളുകളെ കുറിച്ച്, ഭാവി കാലത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ടേ. സദൃശവാക്യം 16:27 നോക്കിയേ. സദൃശവാക്യം 16:27. നിസ്സാര മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ മന്നയെ നിസ്സാരായി കാണുക, എല്ലാത്തിനും നിസ്സാര, ആത്മീയമായ കാര്യങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് കാണും, ബാക്കിയുള്ളതിനൊക്കെ ഭയങ്കരമാണ്. ഭൗതികമായ കാര്യങ്ങൾക്ക്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഗൗരവമാണ്, നല്ലതാണ്. പക്ഷെ അതിൻ്റെ ഒപ്പം അതിന് മുകളിലോ ഇതാണ് പ്രതിഷ്ഠിക്കേണ്ടത്. ഏത്? സഭ, ആത്മീക ജീവിതം. ഇത് പൗലോസ് പറഞ്ഞില്ല, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, നീ വരുമ്പോൾ പുസ്തകവും പുതപ്പും ചർമ്മലിഖിതവും കൊണ്ടുവരണം. ഈ പുസ്തകം മരിക്കാൻ പോണ മനുഷ്യൻ പറയുകയാണ് ഇത് കൊണ്ടുവരണം. കാരണം ഇതാണ് മരണം കൺമുമ്പിൽ നൃത്തം വയ്ക്കുമ്പോഴും അപ്പോസ്തലൻ ആവശ്യപ്പെട്ട പുസ്തകം ദൈവത്തിന്റെ വചനമാണ്. ദൈവ 119-ാം സങ്കീർത്തനമൊക്കെ വായിച്ചു നോക്കണം. 19-ാം സങ്കീർത്തനത്തിൽ ഇപ്പോഴും നമ്മൾ വായിച്ചില്ലേ, നിന്റെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, നിന്റെ കൽപ്പന നിർമ്മലമായതാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, അത് അല്പബുദ്ധികളെ പാലിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും ലക്ഷ്യം തെറ്റിപ്പോകുവാൻ ഇടയാകാതിരിക്കട്ടെ. മത്തങ്ങയ്ക്ക് വലുപ്പം ഉണ്ടാകും, പക്ഷേ 1 കൊരിന്ത്യർ 3 തീയോടെ വെളിപ്പെടുന്ന നാളിൽ മത്തങ്ങ ഉണ്ടാവില്ല. വില പിടിച്ചത് എന്തെങ്കിലും ചെയ്യാൻ, പ്രധാനപ്പെട്ടത് എന്തെങ്കിലും ചെയ്യാൻ, ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും മൂല്യമുള്ളത് ചെയ്യാൻ, പൊന്നും വെള്ളിയും
വിലയേറിയ കല്ലുകളൊക്കെ സമ്പാദിക്കാൻ. ഇപ്പോ സ്വർണ്ണാഭരണത്തിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നം നടക്കണം. നമുക്ക് ഇടണമെന്നുള്ള ഇവിടുത്തെ സ്വർണത്തിന്റെ കാര്യത്തിലേ ഇപ്പൊ പോയി അവസാനം പെന്തക്കോസ്തിലെ ഏറ്റവും വലിയ തലവൻ പറഞ്ഞു കഴിഞ്ഞു, അബദ്ധം പറ്റിപ്പോയി, സ്വർണം നമുക്ക് അത് കാരണം കണ്ടമാനം പേരിങ്ങോട്ട് വന്നില്ല എന്ന് ഈ പേരും പറഞ്ഞു, പുള്ളി പറഞ്ഞു. അതും കേൾക്കാനാ പിന്നെ ബാക്കിയുള്ളവരിയ്ക്കുന്നത്. ഇവരിത് ഇടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ കുറെ പേര് അതിനെ അനുകൂലിക്കുന്നുണ്ട്, ബ്രദറിലും ഉണ്ട്. ഞാൻ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല. ലക്ഷ്യം തെറ്റിപ്പോകുന്നു. പണ്ടത്തെ രുചികളൊക്കെ ഓർമ്മ വരുന്നു. മാത്രമല്ല പിന്നീട് നമ്മൾ കാണുന്നത് യെശയ്യാവ് 29:21 നോക്കിയേ. യെശയ്യാവ് 29:21. നിസ്സാര കാര്യം മതി ചിലർ. ഒരു നീതിമാനെ തന്നെ ബഹിഷ്കരിച്ചു കളയും. ചെറിയ കാര്യം മതി. പായസത്തിന് ഉപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഒരു സഭയിൽ എന്തിനാ ഇവിടെ ചുമന്ന കസാര എടുത്തേ, വെള്ളം എടുത്താൽ പോരായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ. അതാണ് ഈ കുട്ടികളെ പോലെ ആവുക, ശിശുക്കളായി തീരുക. ശിശുക്കളാവുന്നത് ഒരു നിലയ്ക്ക് നിഷ്കളങ്കതയുടെ കാര്യത്തിൽ നല്ലതും ശിശുക്കളായിട്ട് എന്നും ഇരിക്കുന്നത് ഏതാ, വളർച്ചയില്ലാതിരിക്കുന്നത് എന്ന് ദൈവം അനുവദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ വൈകുന്നേരം പറയാൻ ആഗ്രഹിക്കും. കഷ്ടവുമാണ്. ബാലിശമായ ചിന്താഗതികൾ. 86 സങ്കീർത്തനം 14 വാക്യം നോക്കി. 86:14. 86:14. അവർ നിന്നെ ലക്ഷ്യമാക്കുന്നില്ല. എന്താ അതിന്റെ മറുവശം? അഹങ്കാരികളും ഘോരന്മാരും അല്ലല്ലോ നാം ദൈവമക്കളല്ലേ. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നമ്മുടെ ലക്ഷ്യം ആരാ? നമ്മുടെ ലക്ഷ്യം എന്താ? ലക്ഷ്യം എന്നുള്ള വാക്ക് ബൈബിളിൽ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്താ? ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ അങ്ങ് പോയാൽ മതിയോ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് നാം എന്താണ് ലക്ഷ്യം വെക്കുന്നത്? പത്രോസ് പറഞ്ഞു, ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി എത്ര നാള് ശേഷിച്ചിരിക്കുന്ന, എത്ര നാളുണ്ടെന്നാണ്? 50 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇനി എത്ര നാളുണ്ടാവുമെന്നാണ് ധരിച്ചിരിക്കുന്നത്? ജഡത്തിൽ ഇനി മത്തങ്ങയുടെ പിന്നാലെ പോകാൻ ഇനി സമയമുണ്ടോ? ഉണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വഴക്കുണ്ടാക്കാൻ ഇനി സമയമുണ്ടോ? വൻ കാര്യങ്ങളെ ലക്ഷ്യമാക്കി സൈമൺ സാറ് പാടിയിട്ടുണ്ട്, പ്രതിഫലത്തിൽ വിധി ദിനത്തിൽ. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, പാട്ടിന്റെ വരി ഞാൻ മറന്നു. ആ പ്രതിഫലത്തിൽ ഉന്നം വെച്ച് പോകുക എന്നാന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. എവിടെയാ നമ്മുടെ ഉന്നം? നമ്മൾ ഏതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ന്യായാധിപന്മാർ 20:16 വായിക്കാം. ന്യായാധിപന്മാർ 20:16. ഈ ജഗത്തിനെല്ലാം ഇടത്ത് കൈമാരായ 700 വീരന്മാർ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത ശവണക്കാർ ആയിരുന്നു. Everyone could sting a stone at a hair and not miss. ബൈബിളിലുള്ള വാക്യ. ഒരു രോമത്തിനു പോലും ഏറ് പിഴയ്ക്കാത്ത കവണക്കാർ. വായിച്ചില്ലേ ഇപ്പൊ?
ബെന്യാമീനർ, ഇസ്രായേല്യർ. ഇസ്മായിൽ ഹനിയ ഇറാന്റെ ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് ടെഹ്റാനിലെത്തി. IRGCയുടെ പ്രത്യേക സംരക്ഷണ വലയത്തിനുള്ളിൽ രഹസ്യമായൊരു വലിയ കെട്ടിടത്തിൽ അതിൻ്റെ ഒരു പ്രത്യേക സ്ഥലത്ത് ഇസ്മായിൽ ഹനിയെ ഇരുത്തിയിരിക്കുകയാണ്. കൃത്യം ഇസ്മായിൽ ഹനിയ മാത്രം കൊല്ലപ്പെട്ടു. എങ്ങനെയത് സാധിക്കുന്നത്? ഒരു രോമത്തിനു പോലും ഏറെ പിഴയ്ക്കാത്ത കവിണക്കാരാണ് അവർ. അന്നും അതെ, ഇന്നും അതെ. നെതന്യാഹുവിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ? അദ്ദേഹം പറയും പ്രിസൈസ് അറ്റാക്ക്, കൃത്യം. ആയത്തുള്ള ഖൊമൈനി കൊല്ലപ്പെട്ടിട്ട് 106-ാം ദിവസം 9-ാം തീയതി അടക്കാൻ പോണേന്ന് പത്രത്തിൽ വായിച്ചു. എവിടെ ഇരുന്നാർന്ന്? എങ്ങനെയാ കൊല്ലപ്പെട്ട്? ഹസൻ നസറുള്ള, ഹിസ്ബുള്ളയുടെ തലവൻ, 300 മീറ്റർ അങ്ങോട്ട് താഴ്ചയിലായിരുന്നായിരുന്നെന്നാണ് പറയുന്നത്. എന്തോ ആവട്ടെ, ഭൂമിക്ക് അടിയിലായിരുന്നു, ബങ്കറിലായിരുന്നു. പ്രിസൈസ് അറ്റാക്ക്, ലക്ഷ്യമുള്ള അറ്റാക്ക്. ഒരു രോമത്തിന് പോലും ഏറെ പിഴയ്ക്കാത്ത കവിണക്കാർ. ഇത് നമുക്ക് തരുന്ന, നമുക്ക് അവരെ ആക്രമിക്കാനൊന്നും പോണ്ട, ആത്മീകമായിട്ട് ഇതൊന്നും തരുന്നില്ലേ നമുക്ക്? നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഇത് നമ്മളെ ഒന്നും പ്രബോധിപ്പിക്കുന്നില്ലേ ഈ വാക്കുകൾ? ഉണ്ടോ ഇല്ലയോ? നമുക്ക് ലക്ഷ്യം ഉണ്ടാവണ്ടേ? ജീവിതത്തിനൊരു ലക്ഷ്യം ഉണ്ടാവണ്ടേ? എവിടെയാ പിഴയ്ക്കുന്നത്? ഉന്നം തെറ്റിപ്പോകുന്ന എവിടെയാണ്? ലക്ഷ്യം തെറ്റിപ്പോകുന്ന എവിടെയാണ്? തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്തുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. അത് മനോരോഗ ഡോക്ടർമാരെ കണ്ടാൽ പറ്റില്ല, വചനം മനസ്സിലാക്കിയാൽ മതി. മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം നോക്കൂ. ഉൽപ്പത്തി 25, അതിന്റെ 24-ാം വാക്യം നോക്കൂ. അതാണോ? 24. ആ യേശാവിന്റെ, യാക്കോബ് യേശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു, പാനം ചെയ്തു, എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് പോയപ്പോ ജ്യേഷ്ഠാവകാശം ഇല്ല. അത് ഉന്നം പിടിച്ച് യാക്കോബ് നിന്നിരുന്നു. ദൈവം യാക്കോബിനെ ഇഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്. ദൈവീക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുകയായിരുന്നു. ഏശാവിനത് നഷ്ടപ്പെടാൻ ഒരു കാരണമുണ്ട്. ഏശാവ് അത് അലക്ഷ്യമാക്കുകയായിരുന്നു. വല്ലതും മനസ്സിലായോ? അലക്ഷ്യമാക്കി കളയായിരുന്നു. ഏശാവിയൻ പതനം.
ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ നഷ്ടങ്ങൾ, മൊമെന്ററി ഗെയിൻ, താൽക്കാലിക നേട്ടം. അപ്പോഴത്തെ വിശപ്പ് മാറി. താൽക്കാലിക നേട്ടത്തെ നോക്കി ദീർഘകാലമായിട്ടുള്ള ആ ദൈർഘ്യമുള്ള കാഴ്ച കണ്ടില്ല. അതാണ് ആരുടെ പതനം? ഏശാവിന്റെ പതനം. 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. 23 33? അവൻ ജ്യേഷ്ഠാവകാശം വിറ്റു. ഇസ്രായേലിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് വലിയ അവകാശമുള്ളതാ. വിറ്റുകളഞ്ഞു. അവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. സ്വമേധയാ അവനിൽ വന്നിട്ടുണ്ടായിരുന്ന അവകാശം പോലും, ജ്യേഷ്ഠാവകാശം, അതിനെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഗേഹസിക്ക് എന്ത് കിട്ടി? 2 താലന്ത് വെള്ളി, 2 കൂട്ടം വസ്ത്രം കിട്ടി. 2 രാജാക്കന്മാർ 5-ലുണ്ട്. പ്രവാചകന്റെ ഒപ്പം ശുശ്രൂഷ ചെയ്തിരുന്ന ആളാണ്. 2 കൂട്ടം വസ്ത്രം, 2 താലന്ത് വെള്ളി. നോട്ടം പഴച്ചു. നഷ്ടപ്പെട്ടത് ശുശ്രൂഷ, ലഭിച്ചത് കുഷ്ഠരോഗം. ലക്ഷ്യം പിഴയ്ക്കുന്നു, കാഴ്ച മങ്ങുന്നു, കാഴ്ച മറയുന്നു. ഈ 2 താലന്ത് വസ്ത്രം എടുക്കാതെ നടക്കുകയായിരുന്നു ഗേഹസി? അല്ല. യൂദായ്ക്ക് എന്ത് കിട്ടി? 30 വെള്ളിക്കാശ്. അതിൽ കൂടെ 300 വെള്ളിക്കാശ് തൈലം കുടം പൊട്ടിച്ച് കർത്താവിന്റെ പാദത്തിൽ ഒഴിച്ച ഒരു സ്ത്രീ അപ്പുറത്തുണ്ട്. 300 വെള്ളിക്കാശ്. 300 വെള്ളിക്കാശ് പുഷ്പം പോലെ കർത്താവിന്റെ പാദത്തിൽ ഒഴിച്ച ഒരു സ്ത്രീ അവിടെയുണ്ട്. 30 വെള്ളിക്കാശിന് കർത്താവിന് ഒറ്റിക്കൊടുക്കുന്ന അപ്പോസ്തലന്മാരിൽപ്പെട്ട യൂദയും അവിടെയുണ്ട്. ചിന്തിക്കണം നാം വലിയ വീഴ്ചകൾ. എന്താണ് ലാഭം? എന്താണ് നഷ്ടം? കണക്ക് എവിടെയാ തെറ്റുന്നത്? എവിടെയാണ് ഉന്നം പിഴയ്ക്കുന്നത്? എവിടെയാണ് ലക്ഷ്യം തെറ്റിപ്പോകുന്നത്? യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം നോക്കിയേ. യോബ് 28:12. ഉം 28:17 കൂടെ നോക്കാം. 28:17. ദൈവിക ജ്ഞാനത്തെ കുറിച്ച് പറയണത്. സ്വർണ്ണോ സ്ഫടികമൊന്നും അതിനോട് ഒക്കുന്നില്ല. പിന്നെ പറയുന്നത് എന്താണെന്നറിയാമോ? തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറ്റിക്കൊടുക്കാറില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾ, അതിന്റെ വിലയും മൂല്യം അറിയാലോ. ഇത് കൊണ്ടുവന്ന് മുന്നിൽ വെച്ചാൽ പോലും ഇത് മാറ്റിക്കൊടുക്കില്ല എന്ന്. നീ ക്രിസ്തുവിനെ പിൻചെല്ലുന്നത് നിർത്തിയിട്ട് നീ വേറൊരു ജീവിതത്തിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ കൊണ്ടുവന്ന് തന്നു എന്ന് വിചാരിക്കും. ഉദാഹരണം. അല്ലെങ്കിൽ 1 കോടി രൂപ തന്നു എന്ന് വിചാരിക്കും. മുസ്ലിങ്ങളൊക്കെ ആണെങ്കിൽ, നല്ല അറിയപ്പെടുന്ന പാസ്റ്റർമാരൊക്കെ ആണെങ്കിൽ 1 കോടി രൂപ തന്നും കൊണ്ടുപോകും. യൂസഫ് അലിയോടൊക്കെ ഒന്ന് പറഞ്ഞാൽ മതിയാവും. രഹസ്യമായിരിക്കും കേട്ടോ. 1 കോടിയല്ല 10 കോടി തന്നാലും ഒരു പണ്ടത്തിനും ഇത് മാറ്റിക്കൊടുക്കില്ല. അതെന്റെ തീരുമാനമാണ്, അതെന്റെ ലക്ഷ്യമാണ്. ഇങ്ങനെയാണ് നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്.
തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്കൊന്നും ഇതിനെ മാറ്റിക്കൊടുക്കില്ല. ഇതെന്റെ മാർഗമാണ്, ഇതെന്റെ വഴിയാണ്. ഉന്നതമായ ലക്ഷ്യബോധ്യം, ഉന്നം പിടിച്ച ജീവിതം. ഇതൊരു ജീവിതമാണ് അല്ലേ പൗലോസിന്റെയൊക്കെ? പൗലോസ് ആ കാരാഗൃഹത്തിൽ കടന്ന് പുതപ്പ് കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. പുതപ്പ് കൊണ്ടുവരാൻ ഒരാൾ മരിക്കുമ്പോൾ മരിക്കാൻ പോണ സമയത്ത് ആവശ്യപ്പെടുന്ന, മരണത്തിന് തൊട്ട് മുമ്പാണ് ഈ പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പൗലോസ് നഷ്ടപ്പെടുത്തിയത് എന്തൊക്കെയാണ്. പണ്ടങ്ങളൊക്കെ ഉപേക്ഷിച്ച ആളാണ്. എന്തോരം പുകഴ്ചകൾ ഉണ്ടായിരുന്ന ആളാണ്. ചപ്പൊന്നും ചവർന്ന് അതൊക്കെ എണ്ണിയിട്ട് അവസാനം നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ പറയില്ലേ, പണ്ടത്തെ ഈ നാട്ടിലെ കോടീശ്വരനാണ്, ആ ഭിക്ഷക്കാരനെ പോലെ ഇരിക്കുന്ന, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് ലോകത്ത്. പഴയ ജന്മികളായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലെ ദേശത്തിലെ ഏറ്റവും വലിയ സമ്പന്നരായിരിക്കും. ബസ് സ്റ്റോപ്പിലൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ ആരോടെങ്കിലും ഭക്ഷണത്തിന് ഇറക്കുന്ന കാണുമ്പോൾ ആൾക്കാർ പറയും അയാൾ ഭയങ്കര കാശുകാരനായിരുന്നു ഒരു കാലം. പൗലോസ് വലിയ സമ്പന്നനും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ ചോദിക്കുന്നത് എനിക്കൊരു പുതപ്പ് കിട്ടുമെന്നാണ്. ആർക്ക് വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടാ? കെ.എ. ഫിലിപ്പ് സാർ എഴുതിയ പുസ്തകത്തിൽ പൗലോസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മെഡിറ്ററേനിയന്റെ ഭാഗങ്ങളിൽ, ഈ കാരാഗ്രഹമൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തണുപ്പ് കാലം വന്നാൽ അസ്ഥി തുളച്ച് കയറുന്ന തണുപ്പാണ്. ഒരു പുതപ്പ് അർഹിക്കുന്നില്ലേ പൗലോസ്? ഇല്ലേ? ഒരു പുതപ്പ് പോട്ടെ, കൊരിന്ത്യ ലേഖനത്തിൽ ഇപ്പൊ നമ്മൾ പഠിക്കണ്ടല്ലോ, അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഉടുക്കാനില്ലാതെ എന്ന് വായിക്കണ്ടോ? ഇല്ലേ? വായിച്ചില്ല? അങ്ങനെ വാക്കണ്ടില്ലേ? ഉടുപ്പാനില്ലാതെ. എന്തിനു വേണ്ടിയിട്ടാ? ആ പുതപ്പൊക്കെ ചോദിച്ചല്ലോ, അതിന്റെ താഴെ അതിന്റെ കാരണവും പറഞ്ഞിട്ടുണ്ട്. 1 തിമോഥെയോസ് എടുക്കാം, 2 തിമോഥെയോസ് എടുക്കാം. ആ ഭാഗത്ത് തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. 4:7 നോക്കി. ആ ദിവസത്തെ നോക്കിയിട്ടാ. അവിടെ തന്നെ തൊട്ട് താഴെയാണ് പുതപ്പിന്റെ കാര്യം പറയണത്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ദിവസമുണ്ട് അതിനു വേണ്ടിയിട്ടാ. അതിലേക്ക് ഉന്നം പിടിച്ചിട്ട, അവിടെ പ്രത്യാശ വെച്ചിട്ട. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്നേഹം എല്ലാം പൊറുക്കുന്നു, സുവിശേഷത്തിനൊരു വിഘ്നവും വരാതിരിപ്പാൻ ഞാൻ സകലവും സഹിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? സുവിശേഷത്തിന് വേണ്ടിയിട്ടാ. എന്തിനു വേണ്ടിയിട്ടാ നമ്മുടെ ജീവിതം? എന്തിനു വേണ്ടിയിട്ടാ നമ്മുടെ ജീവിതം? നാം പൊറുക്കേണ്ടതും സഹിക്കേണ്ടതും വഹിക്കേണ്ടതും 1 കൊരിന്ത്യർ 13 ദീർഘമായി ക്ഷമിക്കുന്നതും. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഏതു വിധേനയും ചിലരെ നേടണം. എന്ത് മാർഗത്തിലൂടെ ആയാലും, മാർഗം മീൻസ് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ചില ആത്മാക്കൾ വേണം. 1 ശമൂവേൽ 17
49-50 നോക്കിയേ. 1 ശമൂവേൽ 17-ന്റെ 49-50. ദാവീദ് സന്ധ്യയിൽ കൈയിട്ട് ഒരു കല്ലെടുത്തു, കവിനെ ഇട്ട് വീശി ഫിലിസ്ത്യന്റെ നെറ്റിക്ക് എത്തുന്നു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിഞ്ഞു വീണു. ദാവീദിന്റെ ഉന്നം നോക്കിയേ. ദാവീദിന്റെ ഉന്നം നോക്കിയേ. 5 കല്ല് കയ്യിലുണ്ടെങ്കിലും എത്ര കല്ലെടുത്തു? എത്ര കല്ലെറിഞ്ഞു? ഉന്നം, ആത്മീകമായ ഉന്നം. ജഡത്തിനെ ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ ജഡാണ്. 6 മുഴവും പിന്നെ ഒരു ചേണം ഉണ്ടെന്നാണ്. 10-11 അടിയുള്ള മനുഷ്യനാണ് ഈ ഗോലിയാത്ത്. പിന്നെ അതൊക്കെ അവിടെ 1 ശമൂവേൽ 17 എഴുതിയിട്ടുണ്ട്. ആയുധങ്ങളും പടച്ചട്ടയും വേലും ശിരസ്ത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. സമയമില്ലല്ലോ, വായിച്ചു നോക്കിക്കോ. ജഡത്തിന്റെ വലുപ്പമാണ്. ജഡമാണ് മുന്നിൽ നിൽക്കുന്നത്. ജഡം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു, മറ്റാരുമല്ല. നമ്മുടെ ശത്രു മറ്റാരുമല്ല, അതിനേക്കാൾ അധികം നമ്മളിൽ തന്നെയാണ് നമ്മുടെ ശത്രു. ദാവീദ് ചെന്നിടത്തൊക്കെ രാജാക്കന്മാരെ തോൽപ്പിച്ച. എത്ര പേരെ തോൽപ്പിച്ചതാ? ദാവീദിനെ തോൽപ്പിച്ചത് സ്വന്തം ജഡ അല്ലേ? സ്വന്തം ജഡവും മനസ്സുമാണ് ദാവീദിനെ തോൽപ്പിച്ചത്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ശത്രു പുറത്താണെന്ന് നമ്മൾ ധരിക്കണ്ട. നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരന്മാരെ കാണണമെന്ന്. അവരെ ആരെയും ശത്രുവായിട്ട് വിചാരിക്കും വേണ്ട. പക്ഷേ ശത്രു ഉണ്ട്. എവിടെ? എന്നിൽ തന്നെ ഉണ്ട്. ആ ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെയാണ് നാം തോൽക്കുക. ഫെലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. എത്ര? 40 ദിവസം വന്നിട്ട് രാവിലെയും വൈകിട്ടും വരും ഗോലിയാത്ത്. 40 ദിവസം. എന്നിട്ട് ശൗലിനെയും ഇസ്രായേൽ ജനത്തെയും വെല്ലുവിളിക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ, എന്നോട് യുദ്ധം ചെയ്യാൻ വാടാ. ശൗലും പേടിച്ചു, മറ്റവരൊക്കെ പേടിച്ചു. ദാവീദിന്റെ ചേട്ടന്മാര് പേടിച്ചു. അവരാദ്യം ചോദിച്ചു, നീ എന്തിനാ വന്നേന്നൊക്കെ ചോദിച്ച് കളിയാക്കി. പേടിച്ചിട്ടിരിക്കുക കക്ഷികൾ. ഇറങ്ങിത്തിരിക്കാൻ ഒരു ചെറുപ്പക്കാരനെ ഉണ്ടായുള്ളൂ. ഈ ശൗല് ദാവീദിന്റെ ശത്രുവായി. ഇത്രമാത്രം നിന്ദിക്കപ്പെട്ടിട്ട് 40 ദിവസം തൻ്റെ നേരെ വന്ന് വെല്ലുവിളിച്ചിട്ട് ആ ഗോലിയാത്തിനെ തോൽപ്പിച്ച ദാവീദിനെ പിന്നെ കുന്തം കൊണ്ട് കൊത്താനാണ് ഇയാൾ അന്വേഷിച്ച് കിടക്കുന്നത്. അങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം അല്ലേ? മരുമകനും കൂടിയാട്ടാ, മകളെ കല്യാണം കഴിച്ച ആളാ. അപ്പോ ഇതൊക്കെ സഹിച്ചു. ഗോലിയാത്തിന്റെ തിരുനെറ്റി ഉന്നം വെച്ചു. നമ്മളവിടെ വായിക്കുന്നുണ്ട്, കല്ലവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു, അവൻ കവിണ്ണു വീണു. ജഡത്തിന്റെ നേരെ നടത്തുന്ന യുദ്ധം. അതാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ ആ വിചാരത്തോട് എതിരായിട്ട് പൊങ്ങുന്ന, പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന, എവിടെ നിന്ന് പൊങ്ങുന്ന? ജഡത്തിൽ നിന്ന് പൊങ്ങുന്ന എല്ലാ വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. അവിടെയാണ് യുദ്ധം. അത് യുദ്ധത്തിന്റെ വാക്കാണ്, പിടിച്ചടക്കുക എന്ന് പറയുന്നത്. പിടിച്ചടക്കി എൻ്റെ ശരീരത്തെ എൻ്റെ ആത്മീക മനസ്സിന് അടിമയാക്കുകയാണ്. എൻ്റെ നാവിനെ, എൻ്റെ ചിന്തകളെ, ശരീരത്തെ അടിമയാക്കുക എന്ന് പറഞ്ഞാൽ എന്തിനടിമയാക്കുന്നു? എൻ്റെ ഈ ജഡത്തെ, എൻ്റെ ആത്മീക മനുഷ്യനെ ഞാൻ അടിമയാക്കുന്നു. ഇതാണ് യുദ്ധം. ഗോലിയാത്ത് വീണത് ജഡത്തിന്റെ വീഴ്ചയാണ്. അപ്പോ കൃത്യം കല്ല് ജഡത്തിന്റെ തിരുനെറ്റിക്ക് കൊള്ളുന്ന ഒരു ജീവിതം എളുപ്പമല്ല.
എളുപ്പമല്ല. ഉന്നം പിടിച്ചുള്ള ഒരു ജീവിതം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഓരോ നിമിഷങ്ങളിലും ശ്രദ്ധയോടെ മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതം. ഓരോ വാക്കുകളും ശ്രദ്ധിക്കുന്ന ഒരു ജീവിതം. വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനം. അതിന് തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ്? ഈ യുദ്ധത്തിന് തുടക്കം കുറിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമ്മൾ കണ്ടെത്തണം. ആരോടും വേറെ പറയണ്ട, ദൈവസന്നിധിയിൽ വീഴണം ഇന്ന് തന്നെ. ദാവീദ് അങ്ങനെ ചെയ്തു. ദൈവസന്നിധിയിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ്, രഹസ്യപാപങ്ങളെ ഏറ്റുപറഞ്ഞ്, മുറുകെ പറ്റുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, മറഞ്ഞിരിക്കുന്ന വല്ലതും ഉണ്ടോ എന്ന് നോക്കി. ചിലപ്പോൾ നമുക്ക് മറഞ്ഞിരിക്കാവും. ദാവീദിന് ഇത് മറഞ്ഞിരിക്കാറുണ്ട്. മറഞ്ഞിരിക്കുന്നത് വല്ലതും ഉണ്ടോ എന്ന് നോക്കി കണ്ടെത്തി ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞിട്ട് ഒരു ജീവിതം. ഇനിയുള്ള കാലം, ജഡത്തിൽ ശേഷിച്ചിരിക്കുന്ന കാലം, ഇനി ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കണം. ലക്ഷ്യമുള്ള ഒരു ജീവിതം ആണ് ജീവിക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം